ഹിന്ദി നിർബന്ധമാക്കുക എന്ന പ്രഖ്യാപിത നയം തമിഴ്നാട്ടിലടക്കം നടപ്പിലാക്കുവാൻ ഓടി നടക്കുകയാണ് കേന്ദ്ര സർക്കാർ. തമിഴ്നാടിന്റെ പൈതൃകത്തിന് മേൽ കടന്നുകൂടി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ DMK സർക്കാർ നഖശിഖാന്തം എതിർക്കുന്നുണ്ട്. എന്നാൽ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെ പല കോണുകളിൽ നിന്നും വരിഞ്ഞു മുറുക്കുകയാണ്. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് അവസ്ഥ? ഹിന്ദി വാദം അവിടെ വിലപ്പോകില്ല എന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയ BJP സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പുല്ലുപോലെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സ്കൂളുകളിൽ 5ാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കാനുള്ള തീരുമാനമാണ് മഹാരാഷ്ട്രയിലെ BJP സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. ഹിന്ദി നിർബന്ധമാക്കിയ ഉത്തരവ് സർക്കാർ പിൻവലിച്ചതോടെ വെട്ടിലായിരിക്കുന്നത് NDA സർക്കാർ തന്നെ. കാരണം ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ പുറത്ത് ഈ വിഷയം പറഞ്ഞ് എങ്ങനെ കുതിര കയറുമെന്നാണ് BJP ഇപ്പോൾ ചിന്തിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് പുതിയ തീരുമാനം വന്നത്. ഹിന്ദി ഓപ്ഷണൽ വിഷയമാകുമെന്നും മറാഠിയും ഇംഗ്ലീഷും മുൻഗണനാ ഭാഷകളായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ദാദാ ഭുസെ അറിയിച്ചതോടെയാണ് BJPയുടെ ഹിന്ദി നാടകം പൊളിഞ്ഞു വീണത്. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 3ാം ഭാഷയായിട്ട് ഹിന്ദി നിർബന്ധമാക്കി ഏപ്രിൽ 16-നാണ് സർക്കാർ ഉത്തരവിറക്കിയത്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഈ വ്യവസ്ഥ സംസ്ഥാന സ്കൂൾ കരിക്കുലം ഫ്രെയിംവർക്ക് 2024-ൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ ശിവസേന ഉദ്ധവപക്ഷവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഗ്രസ് പാർട്ടിയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഇതിനെ എതിർത്ത് രംഗത്തേക്ക് വന്നു. സർക്കാർ സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നു കേട്ടത്. ഇതിനെ തുടർന്ന് നിർബന്ധിതം എന്ന പദം നീക്കം ചെയ്യണമെന്നും ഹിന്ദി ഓപ്ഷണൽ വിഷയമായി പഠിപ്പിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറാത്തിക്കും ഇംഗ്ലീഷിനൊപ്പം ഹിന്ദി പഠിക്കാനുള്ള അവസരമാണ് ഒരുക്കിയത്. പരിഷ്കരിച്ച ഭാഷാ നയം വിശദീകരിക്കുന്ന പുതിയ സർക്കാർ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. നേരത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഹിന്ദി നിർബന്ധമാക്കിയതിനെ ന്യായീകരിച്ചിരുന്നു. മറാത്തിയുടെ പ്രാധാന്യം ഇത് കുറയ്ക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ പിന്നീട് സർക്കാർ തന്നെ ഹിന്ദിയെ തള്ളി പറഞ്ഞതോടെ മുഖ്യമന്ത്രി നിരത്തിയ പെടുനായമാണ് കരിഞ്ഞു വീണിരിക്കുന്നത്. ത്രിഭാഷാ നയമാണ് തമിഴ്നാട്ടിൽ BJP നടപ്പിലാക്കുന്നത്. തമിഴിനും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദി നിർബന്ധമാക്കുവാനാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പരിപാടിയാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എന്നും കാണാം. BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ ഈ ത്രിഭാഷ നയമൊന്നും BJPക്കില്ല. മഹാരാഷ്ട്രയിലെ ഹിന്ദിയുടെ കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ചെല്ലുമ്പോൾ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലെടുത്ത കടുംപിടുത്തം BJPക്കാർ മറന്നുപോവുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി BJP നേതാക്കൾ ഓരോരുത്തരായി നടത്തിയ വാഗ്വാദങ്ങളൊന്നും മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഇല്ല. ദക്ഷിണേന്ത്യയിൽ ഹിന്ദിയെ ദേശീയ ഭാഷാ മുഖമായി നിർബന്ധിച്ച് കെട്ടിയേൽപ്പിക്കാൻ കാണിച്ച വാശിയും വീറുമെല്ലാം മറാത്തക്കാരുടെ മുന്നിലെത്തുമ്പോൾ സംഘപരിവാരത്തിനില്ല. തമിഴ്നാട്ടിലെ ദ്വിഭാഷാ നയത്തെയും ദ്രാവിഡ സംസ്കാരത്തെയും സനാതന വിഷയങ്ങളടക്കം കടന്നാക്രമിച്ചവർക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത് അച്ചടക്കം പാലിച്ചു നിൽക്കാൻ അറിയാം എന്നതും വീണ്ടും വീണ്ടും തെളിയുകയാണ്. അതീവ ശ്രദ്ധയോടെയാണ് BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നത്. ത്രിഭാഷാ നയം മഹാരാഷ്ട്രയിൽ അംഗീകരിക്കുമ്പോൾ ശിവസേനയും മറ്റ് മറാത്തിവാദി സംഘടനയും മയപ്പെടുത്തുവാനും സമരപ്പെടുത്തുവാനും മറാത്ത ഭാഷയുടെ മേന്മയും മറാത്തവാദവും പ്രകീർത്തിച്ചാണ് BJP സർക്കാർ ഓരോ പടിപടിയായി മുന്നോട്ട് വെച്ചത്. എന്നാൽ മറാത്ത പാർട്ടികൾ ഹിന്ദിയെ എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടാൻ കൽപ്പിച്ചതോടെ അനുസരിക്കുക അല്ലാതെ BJPയുടെ മുന്നിൽ മറ്റ് വഴികളില്ലാതായി.